everyone. Welcome to Kids Area Online. 4ാം ക്ലാസ്സിൽ മലയാളം എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയോ? യെസ്, ഓക്കെ. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ആൻസേഴ്സ് നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് ഏപ്രിൽ 1 ആരംഭിക്കുകയാണ് കേട്ടോ. ഏപ്രിൽ 1 കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആകുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ ബേസിക് ക്ലാസ്സുകളെല്ലാം ഉണ്ടാവും. റീഡിങ് ആൻഡ് റൈറ്റിംഗ്, ലെറ്റേഴ്സ് ഇതൊക്കെ ഉണ്ടാവും. അക്ഷരങ്ങൾ ഇപ്പോഴും കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുവാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയൊക്കെ. അപ്പോൾ അതിനായിട്ടുള്ള ക്ലാസ്സസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ നൽകുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ്, എക്സാം ഒക്കെ എഴുതാനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 3-4 മുതലുള്ള കുട്ടികൾ ഇംഗ്ലീഷ് ഗ്രാമർ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അതിനായിട്ട് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. മാത്സ് ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഒത്തിരി ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആവശ്യം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. ക്ലാസ്സിൽ ആബ്സെന്റ് ആവുന്ന ദിവസങ്ങളിൽ റെക്കോർഡ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നതാണ്. അതുപോലെ ജൂൺ 1 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ട്യൂഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു. കീ 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 കരച്ചിൽ കേട്ടുണർന്ന മിനി പുറത്തേക്ക് നോക്കി. ഒരു കുഞ്ഞു കിളിയതാ മഴ കൊണ്ട് നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുന്നു. മിനി ജനാല തുറന്നു. കുഞ്ഞിക്കിളി പറന്നു വന്ന് ജനൽ കമ്പിയിലിരുന്നു. അവൾ കൈ നീട്ടി. യാതൊരു മടിയും കൂടാതെ കുഞ്ഞിക്കിളി അവളുടെ കയ്യിൽ പതിയെ കയറിയിരുന്നു. അവൾ പട്ടുതൂവാലയെടുത്ത് പതുക്കെ കിളിയുടെ ദേഹത്തിലെ വെള്ളം ഒപ്പിയെടുത്തു. സ്നേഹത്തോടെ മാറോട് ചേർത്തു. ഏറെ അനുസരണയോടെ കുഞ്ഞിക്കിളി അവളുടെ മാറിൽ പറ്റിയിരുന്നു. ഒരു കിളിയുടെ ദയനീയമായ കരച്ചിലതാ ഉയർന്നുയർന്നു കേൾക്കുന്നു. വലിയൊരു പക്ഷി. മിനി അത് ശ്രദ്ധിച്ചു. എനിക്കെന്റെ അമ്മയെ കാണണം. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. മിനി കുഞ്ഞിക്കിളിയെ ജനാലയ്ക്ക് പുറത്തേക്ക് വിട്ടു. അമ്മക്കിളിക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ കണ്ണീരോടെ തന്റെ കുഞ്ഞിനെ വാരിപ്പുണർന്നു. അവർ ഒന്നിച്ചു പറന്നു. കുഞ്ഞിക്കിളി സ്നേഹത്തോടെ മിനിയെ തിരിഞ്ഞു നോക്കി. അവർ പറന്നകലുന്നതും നോക്കി അവൾ അങ്ങനെ ജനൽ കമ്പിയിൽ പിടിച്ചു നിന്നു. അപ്പോൾ ചെറിയൊരു കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ. കഥ വായിച്ചു. ഇനി ചൂടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആരാണ് മഴ നനഞ്ഞ് തണുത്തു വിറച്ചിരിക്കുന്നത്? അമ്മക്കിളിയാണോ, മിനിയാണോ, കുഞ്ഞിക്കിളിയാണോ, നായ്ക്കുട്ടിയാണോ? ആരാ? കുഞ്ഞിക്കിളിയാണ് ശരിയായ ഉത്തരം. കുഞ്ഞിക്കിളി. രണ്ടാമത്തെ ചോദ്യം. മിനി കൈനീട്ടിയപ്പോൾ കുഞ്ഞിക്കിളി എന്തു ചെയ്തു? പേടിച്ചു വിറച്ചു. അവളുടെ കയ്യിലേക്ക് പതിയെ കയറിയിരുന്നു. വാവിട്ട് കരഞ്ഞു. പറന്നുപോയി. ഉത്തരം എന്താ? അവളുടെ കയ്യിൽ പതിയെ കയറിയിരുന്നു. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. കുഞ്ഞിക്കിളിയെ കയ്യിൽ കിട്ടിയപ്പോൾ മിനി ചെയ്തതെന്ത്? കൂട്ടിലടച്ചു, തോർത്തെടുത്തു, തീറ്റ കൊടുത്തു, തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു. ശരിയായ ഉത്തരം ഏതാണ്? തൂവാല കൊണ്ട് ദേഹത്തെ വെള്ളം ഒപ്പിയെടുത്തു. നാലാമത്തെ ചോദ്യം. കുഞ്ഞിക്കിളിയെ തിരിച്ചു കിട്ടിയപ്പോൾ അമ്മക്കിളി സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ വാരിപ്പുണർന്നു. പഴങ്ങൾ നൽകി സ്വീകരിച്ചു. തന്റെ പുറത്ത് കയറ്റിയിരുത്തി പാറിയകന്നു. മിനിയെ ദേഷ്യത്തോടെ നോക്കി. എന്താ ചെയ്തേ? കണ്ണീരോടെ കുഞ്ഞിക്കിളിയെ വാരിപ്പുണർന്നു. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. കുഞ്ഞിക്കിളി മിനിയോട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചത് എങ്ങനെയല്ല? മിനിയുടെ കയ്യിൽ പതുക്കെ കയറിയിരുന്നു. അമ്മയെ കാണണമെന്ന് വാശി പിടിച്ചു. അനുസരണയോടെ മാറോട് ചേർന്നിരുന്നും അമ്മയോടൊപ്പം പകർന്നകലുമ്പോൾ തിരിഞ്ഞു നോക്കിയും. എങ്ങനെയൊക്കെയാണ്? അനുസരണയോടെ മാറോട് ചേർന്നിരുന്നും അമ്മയോടൊപ്പം പറന്നകലുമ്പോൾ തിരിഞ്ഞു നോക്കിയുമാണ് സ്നേഹം പ്രകടിപ്പിച്ചത്. ഓക്കെ, 5 ചോദ്യങ്ങൾക്കും നിങ്ങൾ ശരിയായി തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രവർത്തനം സംഭാഷണം എഴുതാം എന്നുള്ളതായിരുന്നു. വരൂ വരൂ, സ്വാഗതം. എവിടെ നിന്നാണ് ഈ ശബ്ദം? കേടുവന്ന മിക്സി ചുറ്റും കണ്ണോടിച്ചു. നോക്കി ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ. മൂലയിലിരുന്ന ആട്ടുകൽ അല്പം പരിഹാസത്തോടെ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട മിക്സി പരിഭവത്തോടെ ആട്ടുകലിനെ നോക്കി. അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതൂ. ആട്ടുകൽ ചോദിക്കുകയാണ്, വരൂ വരൂ, എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ മിക്സിയുടെ വിശേഷം പറയുന്നു. എന്താണ് എന്നെ ഇവിടെ ആക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആട്ടുകല്ല് അത് ഞാനും ഇങ്ങനെയായിരുന്നു. അങ്ങനെ നിങ്ങൾക്കറിയാം, ആട്ടുകല്ലും മിക്സിയും തമ്മിലുള്ള സംഭാഷണം പറയുകയാണ്. മൂന്നാമത്തത് വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. ആകാശവീതിയിൽ നിന്നെന്നെ നോക്കി പുഞ്ചിരിച്ചിടുന്ന പൂത്തിങ്കളെ, താഴെ വന്നെന്നെ തലോടുകില്ലേ, എൻ കൂടെയൊന്ന് കളിക്കുകില്ലേ,
വരികൾ കൂട്ടിച്ചേർക്കൂ, ഉചിതമായ തലക്കെട്ടും നൽകണേ. ഉചിതമായ ഒരു തലക്കെട്ട് നൽകി എന്ത് ചെയ്യുക, ബാക്കി എഴുതുക. അപ്പൊ പൂത്തിങ്കളെ കുറിച്ചുള്ള ഒരു കവിതയാണ്. നാലാമത്തെ പ്രവർത്തനം കളി വിവരണം തയ്യാറാക്കുക. ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് വിവരണം. ടീച്ചർ ഞങ്ങൾ കളിച്ചോട്ടെ, ഇപ്പോൾ കളിക്കാനുള്ള പീരീഡാണ്. എന്തു കളിയാ കളിക്കാൻ ഇഷ്ടം? ക്രിക്കറ്റ്, ഫുട്ബോൾ, കബഡി. ശരി, ഇഷ്ടമുള്ള കളി കളിച്ചോളൂ. നിങ്ങൾക്കും കളികൾ ഇഷ്ടമല്ലേ? ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കൂ എന്നതാണ് അടുത്ത പ്രവർത്തനം. അഞ്ചാമത്തെ പ്രവർത്തനം യാത്രാ വിവരണം തയ്യാറാക്കാം എന്നുള്ളതായിരുന്നു. യാത്രകൾ നമുക്ക് ഏറെ ഇഷ്ടമാണ്. ചെറുതും വലുതുമായ എത്ര യാത്രകൾ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക എന്നത് പ്രവർത്തനം 5. പ്രവർത്തനം 6 ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചാണ്. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ചിട്ട് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക എന്നത് 6ാമത്തെ പ്രവർത്തനം. ഇപ്പൊ എക്സാം എല്ലാവർക്കും ഈസി ആയിരുന്നിട്ടുണ്ടാവും. എക്സാം ഈസി ആയിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.